കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം മുറ്റത്തോട്ട് ഇറങ്ങിയപ്പോഴേക്കും താമര ഇങ്ങനെ മുട്ടുമായി പൂവൊക്കെ ആയിട്ട് നിൽക്കുന്നത് കണ്ടു. അപ്പോൾ എന്നാൽ അതൊരു വീഡിയോ ആക്കിയേക്കാമെന്ന് വിചാരിച്ചു. ഈ കേക്കിൻ്റെയൊക്കെ പരിപാടി കാരണം മുറ്റത്തോട്ട് ഇറങ്ങുന്നതില്ല, മൊത്തം കാട് പിടിച്ച പോലൊക്കെ കിടക്കുകയാണ്, എല്ലാം ക്ലീൻ ചെയ്യണം. അപ്പോൾ നമുക്ക് താമര കണ്ടതിൻ്റെ ആ ഒരു സന്തോഷത്തിൽ ഒരു വീഡിയോ എടുത്തേക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമുക്ക് വീഡിയോ കാണാമേ. ചാമ്പയ്ക്കൊക്കെ വീണിങ്ങനെ കിടപ്പുണ്ട്. മുറ്റമൊക്കെ തൂത്തിട്ട് കുറേ ദിവസമായി. നമുക്ക് നമ്മുടെ താമര ഒന്ന് കാണാതെ. ഇതാണ് താമര പൂത്ത് വയ്ക്കുന്നത്. ഇതിൻ്റെ അടുത്ത് വേറൊരു മുട്ടുണ്ട്. അടുത്ത മുട്ടിൽ ശരിക്കും പറഞ്ഞാൽ ഈ താമര പൂവുണ്ടാവുമെന്ന് വിചാരിച്ചതല്ല. ഇത് ഞാൻ പിങ്ക് ക്ലൗഡിനെ റിപ്പോർട്ട് ചെയ്ത് ഒരു സൈഡിലേക്ക് വെച്ചേക്കുമായിരുന്നു. അത് ഒരു മൂലയ്ക്ക് ഇങ്ങനെ ഇരുന്ന് ഒരു മരത്തിൻ്റെ ചോട്ടിൽ ഇരുന്നുകൊണ്ട് അതിന് ഒരു അനക്കവും ഇല്ലാത്ത രീതിയിൽ തന്നെ ഇരിക്കുമായിരുന്നു. പക്ഷേ കഴിഞ്ഞ ദിവസമാണ് അണ്ണച്ചതെടുത്ത് ആ സൈഡിൽ നിന്ന് എടുത്ത് ഒരു വഴിയിലേക്ക് ഇറങ്ങാനുള്ള ബുദ്ധിമുട്ട് കാരണം എടുത്ത് സെൻറ്ററിലേക്ക് മാറ്റി വെച്ചു. അത് കഴിഞ്ഞപ്പോഴത്തേക്കിനാണ് അവത്തെ മൊട്ട് വരുന്നത്. ഒരു മൊട്ടല്ല 3 മൊട്ട് ഒന്നിച്ച് വന്നു. അപ്പോൾ ഒരുപാട് സന്തോഷം. അത് കഴിഞ്ഞ് ചെറിയ മൊട്ട് കണ്ടായിരുന്നു. പിന്നെ ഇന്ന് രാവിലെ ജസ്റ്റ് ഒന്ന് എഴുന്നേറ്റപ്പോൾ നിങ്ങൾ നോക്കിയപ്പോഴത്തേക്കിനാണ് നമ്മുടെ പിങ്ക് ക്ലൗഡ് പൂവൊക്കെ ആയിട്ട് നിൽക്കുന്നു. അടുത്ത മൊട്ട് വിരിയാറായി നിൽക്കുന്നു. വേറൊരു മൊട്ടുകളുണ്ട്. അങ്ങനെ ഒരുപാട് സന്തോഷം. നമ്മുടെ താമരയൊക്കെ വിരിഞ്ഞിരിക്കുന്നതാണ് ഭയങ്കര സന്തോഷമുള്ള രാവിലത്തെ കാഴ്ച. അപ്പം ഞാൻ രാവിലെ എഴുന്നേറ്റ് പല്ല് തേച്ച് മുറ്റത്തോട്ട് ഇറങ്ങിയപ്പോഴത്തെ ആ ഒരു കാഴ്ചയാണ്. എൻ്റെ മുഖമൊക്കെ ഒരുമാതിരിയാണ് ഇരിക്കുന്നത്. ഉറക്കത്തിൻ്റെ ആ ഒരു ഇത് മാറിയിട്ടില്ല. കാരണം ഇന്നലെ നെയിം സ്ലിപ്പിൻ്റെ എഡിറ്റിങ്ങും കാര്യങ്ങളും ഒക്കെ ആയിട്ട് രാത്രി ഒത്തിരി വൈകിയാണ് ഉറങ്ങിയത്. ഇന്ന് നാളെയായിട്ട് നെയിം സ്ലിപ്പ് എഡിറ്റിങ് ചെയ്ത് തീർത്തില്ലേ ആൾക്കാരെല്ലാം കൂടെ ഓടിയും. കാരണം സ്കൂൾ തുറക്കാറായല്ലോ. അങ്ങനെ ഞാൻ രാവിലെ കണ്ട ഉടനെ ഫോണെടുത്ത് വേഗം പോയി വീഡിയോ എടുത്ത് നിങ്ങളെയും കൂടെ കാണിച്ചേക്കാമെന്ന് വിചാരിച്ചാണ്. പിന്നെ എൻ്റെ ഫ്ലവേഴ്സൊക്കെ ഇതിനകത്തും കൂടെ കാണിക്കുന്നുണ്ട്. ബാക്കിയുള്ള ഇന്ന് വിരിഞ്ഞ് ഇത് കുലുക്കി പ്ലാന്റ്സ് എന്ന് പറയും. അതായത് നമ്മുടെ ബട്ടർഫ്ലൈ പ്ലാന്റ് എന്നൊക്കെ പറയുന്ന ആ ഒരു ചെടിയാണ്. ചിത്രശലഭത്തെ ആകർഷിക്കുന്ന ഒരു ചെടിയുണ്ടല്ലോ, അതാണ്. അതിപ്പം ഈ പ്രാവശ്യത്തെ പൂ വന്നിട്ട് അതിന് കായൊക്കെ വന്നിട്ടുണ്ട്. പിന്നെ നമ്മുടെ പിങ്ക് ക്ലൗഡ് പൂത്ത് നിൽക്കുന്ന അതിൻ്റെ അടുത്ത് തന്നെ നിൽക്കുന്ന ആ നീല കളറിലെ ചെടി കൃഷ്ണകാന്തി എന്നങ്ങാണ്ടെന്ന് തോന്നുന്നു ആ ചെടിയുടെ പേര്. നല്ല ഭംഗിയാണ് ആ ചെടി നിൽക്കുന്നത് കാണാനായിട്ട്. നല്ലൊരു കളറാണ്. അങ്ങനെ നമ്മുടെ ചെടികളൊക്കെയാണ് ഈ കാണുന്നത്. പിന്നെ കുറേ നാളുകൾക്ക് ശേഷം ഞാൻ മുറ്റത്തോട്ട് അങ്ങനെ ഇറങ്ങുന്നേ ഇല്ല. കാരണം അത്രയ്ക്ക് തിരക്കാണ്. വിരയ്ക്കകത്തൊന്നും മുറ്റത്തോട്ട് ഇറങ്ങാൻ സമയമില്ലെന്ന് പറയാം. പിന്നെ കുറച്ച് ഇതിൻ്റെ വെള്ളയുണ്ട്, വയലറ്റ് ഉണ്ട്, പിന്നെ പിങ്ക് കളറും ഉണ്ടേ. പക്ഷേ ഇപ്പം വയലറ്റേ പോയിട്ടിട്ടില്ല. പിന്നെ ഇതൊരു വാട്ടർ പ്ലാന്റ് ആണ്. അതിനകത്ത് വെള്ളം പോലും ഇല്ല. അതിനകത്താണ് ഇതെല്ലാം കിളുത്ത് നിൽക്കുന്നത്. മുറ്റമൊക്കെ മൊത്തം കാടായിട്ട് നിൽക്കുകയാണ്. ഇപ്പോഴത്തെ കാടിനെ കുറിച്ച് പറയാതിരിക്കുന്നല്ലോ. മഴ പെയ്തപ്പോഴത്തേന് ഒരുപാട് കാട് വന്നിട്ടുണ്ട്. മുറ്റമൊക്കെ ഒത്തിരി ഇതായിട്ട് കിടക്കുക. ഇങ്ങനൊന്നും കിടക്കുന്നതല്ല. ഒന്നിടവിട്ടെങ്കിലും മുറ്റം തൂക്കുന്നത്. ഇപ്പം കുറേ ദിവസമായിട്ട് മുറ്റം തൂക്കുന്നേ ഇല്ല. പിന്നെ ഇതെന്ന് പറയുന്നത് നമ്മൾ റോഡിൻ്റെ സൈഡിൽ കുറച്ച് ചെടി വെച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ കുറച്ച് വിത്തൊക്കെ ഇട്ടാണ് റോഡിൻ്റെ സൈഡിലായിട്ട്, നമ്മുടെ വീടിൻ്റെ ഓപ്പോസിറ്റായിട്ട്. പക്ഷേ ഉണ്ടല്ലോ അവിടെ മൊത്തം കാടായിട്ട് ഇപ്പം റോഡും കാടും അറിയാത്ത അവസ്ഥയിലാണ്. റോഡ് മൊത്തം സൈഡിലത്തെ അവിടെ നല്ല ക്ലീൻ ആക്കിയിട്ടാണ് ചെടിയൊക്കെ വെച്ച് വിത്തൊക്കെ ഇട്ട് ചെടിയൊക്കെ ആയി വന്നത്. പക്ഷെ മൊത്തം കാടായി. അപ്പോൾ ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. അടുത്തൊരു വീഡിയോ കാണാം. അതുവരേക്കും ബൈ.